ഈ സ്ത്രീകളെ ഋതുമതിയായിരിക്കുമ്പോഴാണ് കൊലപാതകം നടത്തുന്നത്, കേട്ടിട്ടുണ്ടല്ലോ. കാരണം ആ സമയത്ത് അവർക്ക് കോപാഗ്നി കൂടും. കാരണം ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തും ചെയ്യാൻ മടിക്കില്ല. ഈ സമയങ്ങളിൽ വിവാഹിതരായ സ്ത്രീകൾ വളരെയധികം ബ്രഹ്മചര്യം പാലിക്കണം, അല്ലെങ്കിൽ പുരുഷന്മാരുടെ ആയുസ്സിന് ബുദ്ധിമുട്ടാണെന്നാണ് പഴയ പുരാണങ്ങളിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇരുന്നാൽ ഈ സ്ത്രീകൾക്ക് പിന്നീട് യൂട്രസ് സംബന്ധമായ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനാണ് ഈ റെസ്റ്റ് കൊടുക്കുന്നത്. പഴയ കാലത്ത് ആളുകൾക്ക് യൂട്രസിന് പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോഴത്തെ എല്ലാവർക്കും ഒരു 30-35 വയസ്സാകുമ്പോൾ യൂട്രസ് കംപ്ലൈൻറ്റാണ്. കാരണം എന്താ, അവർ ചിട്ട പാലിക്കുന്നില്ല, പിന്നെ ആഹാര ക്രമീകരണം നടത്തുന്നില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ പഴയ കാലത്തുള്ള ആചരിച്ചിരുന്ന കാര്യങ്ങൾ, അവർ ചിട്ടയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് ആവർത്തിച്ചു വരുന്നുണ്ട് പലയിടത്തും. പക്ഷേ ജോലിക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ജോലിക്ക് പോകുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ അധികം വലിയ ഭാരപ്പെട്ട പണിയൊന്നുമല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഭാരപ്പെട്ട പണിയൊന്നും ഇല്ലല്ലോ നമുക്കധികം. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഈ പീരീഡ് സമയത്ത് നമ്മൾ ക്ഷേത്രത്തിൽ പോകാൻ നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ പോകരുതെന്ന് പറയുന്നതിൻ്റെ കാരണം. സ്ത്രീകളുടെ ഒരു ഭാഗ്യമാണ് ഋതുമതിയാവുക എന്നുള്ളത്.